Hello dear students, welcome to Mathroad. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4-year ഡിഗ്രി BSc മാത്സിലെ സെക്കൻഡ് സെമസ്റ്ററിലെ കോഴ്സ് ആയിട്ടുള്ള ഇന്റഗ്രൽ കാൽക്കുലസിലെ എക്സസൈസിലെ പ്രോബ്ലംസ് ആണ്. Find the total area between the region y equal to minus x square minus 2x, minus 3 less than or equal x less than or equal to 2 and the x axis. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ടോട്ടൽ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ബിറ്റ്വീൻ ദ റീജിയൻ എന്ന് പറയുമ്പോൾ രണ്ട് റീജിയന് ഇടയ്ക്കുള്ള ഏരിയ കണ്ടുപിടിക്കണം. ഏതൊക്കെയാണ് റീജിയൻ? y equal to minus x square minus 2x എന്നൊരു കർവിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതേപോലെ ആൻഡ് എക്സ് ആക്സിസ്, എക്സ് ആക്സിസിനും ഈ കർവിനും ഇടയ്ക്കുള്ള ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ ഇക്വേഷന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗ്രാഫ് നമ്മൾ വരച്ചു നോക്കാം, ഒരു റഫ് ഫിഗർ നമ്മൾ വരച്ചു നോക്കാം. ഓക്കെ, നിങ്ങൾ നോക്കുക, നമ്മൾ എക്സ് ആക്സിസ് വരയ്ക്കാം. ഓക്കെ, എക്സ് ആക്സിസ് വരയ്ക്കാം. ഓക്കെ, അതേപോലെ പോയിന്റ്സ് മാർക്ക് ചെയ്യാം. വൈ ആക്സിസ് വരയ്ക്കാം. നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ പോയിന്റ്സ് ഒക്കെ മാർക്ക് ചെയ്യാം. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യാം, നോക്കൂ, എക്സിന്റെ വാല്യൂ -3 മുതൽ 2 വരെ നമുക്ക് കൊടുക്കാം. അത്ര വരെ മതി നമുക്ക് ആവശ്യമുള്ളത്. നോക്കൂ, നിങ്ങൾ എക്സിന്റെ വാല്യൂ -3 മുതൽ, ഇതാണല്ലോ എക്സ് ആക്സിസ്, അതിൽ -3 മുതൽ ഇവിടെ മുതൽ 2 വരെ എന്ന് പറയുമ്പോൾ ഇവിടെ വരെ ഇത്രയും ഭാഗത്തുള്ള ഏതെങ്കിലും വാല്യൂസ് എക്സിന് കൊടുത്തു നോക്കാം. അപ്പൊ എക്സിന് കൊടുക്കുമ്പോൾ നമുക്ക് വൈ വാല്യൂസ് കിട്ടും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഇപ്പൊ എക്സിന് നോക്കൂ, ഈ -3ന്റെ 2ന്റെ ഇടക്കാണ് 0. നിങ്ങൾ എക്സിന് 0 കൊടുത്തു നോക്കൂ, എന്താ കിട്ടുക? ഓക്കെ, -3ന്റെ 2ന്റെ ഇടയ്ക്ക് ഒരു എക്സിന് 0 കൊടുക്കുക. അപ്പൊ നോക്കൂ, -0 square minus 2 into 0 എന്ന് പറയുമ്പോൾ 0 കിട്ടും. വൈന്റെ വാല്യൂ 0 എന്ന് കിട്ടും. ഇപ്പൊ എക്സ് 0 കൊടുക്കുമ്പോൾ വൈ വാല്യൂ 0 എന്ന് കിട്ടും. അത് നിങ്ങൾ ഇവിടെ മാർക്ക് ചെയ്യാം. ഇവിടെ മാർക്ക് ചെയ്ത് കാണാൻ പറ്റും. ഓക്കെ, കാരണം എക്സും വൈയും 0 ആവുന്നത് ഈ പോയിന്റിലാണ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ എക്സിന് -1 കൊടുത്തു നോക്കുക. ഓക്കെ, ഇതിനിടയ്ക്കുള്ള ഒരു വാല്യൂ ഉണ്ടല്ലോ -1 കൊടുത്താൽ നിങ്ങൾക്ക് ആൻസർ 1 എന്നാണ് കിട്ടുക. അപ്പൊ -1ന് നേരെ -1 എവിടെയാണ്, ഇതിന് നേരെ y വാല്യൂ 1 ഇവിടെ മാർക്ക് ചെയ്യാം. അങ്ങനെ കുറച്ച് പോയിന്റ്സ് ഒക്കെ നിങ്ങൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ എവിടെയും കാണാൻ പറ്റും. നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് കണക്ട് ചെയ്തിട്ട് ഒരു ഗ്രാഫ്, ഏകദേശം ഒരു റഫ് ഫിഗർ നിങ്ങൾ വരയ്ക്കുക. ഏകദേശം നിങ്ങളുടെ ഗ്രാഫിന്റെ ഷേപ്പ് ഇതാ ഇങ്ങനെയൊക്കെ ആയിരിക്കും വരിക. ഓക്കെ, നോക്കൂ, ഈ -3ന്റെ നേരെ, -3 മുതൽ നമ്മൾ ഈ 2 വരെ ഇതിനിടയ്ക്കുള്ള ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇൻ ബിറ്റ്വീൻ ദ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, ഇവിടെ എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ നോക്കൂ, എക്സ് ആക്സിസിനും ഈ റീജിയനും ഇടയ്ക്കുള്ള ഏരിയ എന്ന് പറയുമ്പോൾ നോക്കുക, ഇവിടെ ഏരിയ ഉണ്ട്. ഞാനത് വേറൊരു കളർ കൊണ്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, നോക്കൂ, ഞാനിവിടെ ഇത് ഈ കളർ കൊണ്ട് മാർക്ക് ചെയ്യാം. നോക്കൂ, ഈ ഒരു ഏരിയ ഉണ്ട്. അതേപോലെ നോക്കൂ, ഈ ഒരു ഏരിയ ഉണ്ട്. ഓക്കെ, കാരണം എന്താ, ഇതാണ് എക്സ് ആക്സിസ്. എക്സ് ആക്സിന്റെ മേലെ ഭാഗത്തേക്ക് ഏരിയ ഉണ്ട്, എക്സ് ആക്സിന്റെ താഴെ ഭാഗത്തേക്ക് ഏരിയ ഉണ്ട്. നോക്കൂ, അതേപോലെ ഈ കർവിന്റെ ഈ ഭാഗം വരെയല്ലേ, ഈ ഭാഗത്തെ ഏരിയ ഉണ്ട്. ഓക്കെ, നോക്കൂ, ഞാൻ ഈ ഷെയ്ഡ് ചെയ്ത ഏരിയാസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഏരിയാസിന്റെ സമ്മ്. നോക്കൂ, ഈ എക്സ് ആക്സിസിന്റെ താഴെ ഭാഗത്തേക്കുള്ള ഏരിയ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആണല്ലോ. താഴെ ഭാഗത്തേക്ക് നെഗറ്റീവ് ഏരിയ. എക്സ് ആക്സിസിന്റെ മേലെ ഭാഗത്തേക്ക് ഇവിടെയുള്ള ഏരിയ പോസിറ്റീവ്. ഇവിടെയുള്ള ഇവിടുന്ന് ഈ താഴോട്ടുള്ള ഈ ഏരിയ എന്താണ്, നെഗറ്റീവ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഇത് രണ്ട് നെഗറ്റീവ് ഏരിയ, ഇത് പോസിറ്റീവ് ഏരിയ ആയിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ, ഇത് നോക്കൂ, നമ്മൾ ഈ കർവ് എക്സ് ആക്സിനെ ടച്ച് ചെയ്യുന്ന 2 പോയിന്റ്സ് ഉണ്ട്. അത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. നോക്കൂ, ഈ ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ -2 0. നോക്കൂ, നമ്മൾ ഈ കർവ് ഇങ്ങനെ മൂവ് ചെയ്ത് എക്സ് ആക്സിസിനെ ടച്ച് ചെയ്യുന്ന 2 പോയിന്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? -2ലും 0ലും. ഓക്കെ, അപ്പൊ -2ലും 0ലും എന്ത് ചെയ്യുന്നത്, എക്സ് ആക്സിനെ ഈ കർവ് ടച്ച് ചെയ്യുന്നത്. അത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാം. ഇനി നോക്കൂ, നമുക്ക് അത് എങ്ങനെ ഫൈൻഡ് ചെയ്യാൻ പറ്റുക? ഈ ഗ്രാഫ് വരയ്ക്കാതെ തന്നെ ഈ കർവ്, ഓക്കെ, ഈ കർവ് എക്സ് ആക്സിനെ ടച്ച് ചെയ്യുന്ന പോയിന്റ്സ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന്റെ ലിമിറ്റ്, നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക, ഇന്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്റഗ്രേഷന്റെ ലിമിറ്റ് കണ്ടുപിടിക്കണം. അപ്പൊ ആ ലിമിറ്റ് കണ്ടുപിടിക്കാൻ നമ്മളിങ്ങനെ ഗ്രാഫ് വരയ്ക്കാതെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുക? നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇക്വേഷൻ എടുക്കുക. നോക്കൂ, -x² - 2x. നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ ഈക്വൽ ടു 0ലേക്ക് ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, ഈക്വൽ ടു 0ലേക്ക് ഇക്വേറ്റ് ചെയ്യാം. നോക്കൂ, നമുക്കിവിടെ കിട്ടുന്നത്, ഇവിടെ നോക്കൂ, 2ൽ x ഉണ്ടല്ലോ, ഞാൻ എന്ത് ചെയ്തു, ഒരു -xനെ പുറത്തേക്ക് എടുത്തു. ഓക്കെ, ഇവിടുന്ന് -x പുറത്തേക്ക് വന്നാൽ ഇവിടെ ബാക്കി x ഉണ്ടാവും. ഓക്കെ, ഇവിടുന്ന് -x പുറത്തേക്ക് വന്നാൽ അവിടെ ഉണ്ടാവും +2 ഉണ്ടാവും. കാരണം -x into x -x², -x into 2 -2x. ഓക്കെ, ഈക്വൽ ടു 0 ഞാൻ അതേപോലെ എഴുതി. നോക്കൂ, ഇത് നോക്കൂ, -x into x + 2 0 ആണെങ്കിൽ ഒന്നുകിൽ -x 0 ആണോ, -x 0 എന്ന് പറഞ്ഞ മീനിങ് എന്താ,
എക്സ് 0 ആണോ നോക്കൂ. അല്ലെങ്കിൽ മൈനസ് എക്സ് 0 അല്ലെങ്കിൽ എക്സ് പ്ലസ് 2 0 ആയാലും പോരെ. കാരണം എക്സ് പ്ലസ് 2 0 ആയി കഴിഞ്ഞാൽ 0 ഇൻറ്റു മൈനസ് എക്സ് 0 കിട്ടും. അപ്പോൾ എക്സ് പ്ലസ് 2 0 കിട്ടുകയാണെങ്കിൽ ഓക്കെ, എക്സ് പ്ലസ് 2 0 കിട്ടുകയാണെങ്കിൽ ഈ പ്ലസ് ടുവിനെ റൈറ്റ് സൈഡിൽ കൊണ്ടുവന്നാലും എക്സ് ഈക്വൽ ടു മൈനസ് 2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അടുത്ത വാല്യൂ ഏതാണ്? എക്സ് ഈക്വൽ ടു മൈനസ് 2. ഓക്കെ, അപ്പോൾ എക്സ് രണ്ട് വാല്യൂസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? 0യും -2. ആ രണ്ട് പോയിന്റ്സ് ഇതാ ഇവിടെ 0യും -2 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രാഫ് ഇല്ലാതെ നമ്മൾ ഇങ്ങനെയാണത് എന്ത് ചെയ്യുന്നത്? പോയിന്റ്സ് കണ്ടുപിടിക്കുന്നത്. ഇനി നോക്കൂ, നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന എവിടെ മുതൽ എവിടെ വരെ? -3 മുതൽ 2 വരെ. -3 മുതൽ -2 വരെ ഇന്റഗ്രേറ്റ് ചെയ്യുക. കാരണം എന്താണ്? ഈ -3 മുതൽ -2 വരെ എക്സ് ആക്സിന്റെ താഴേക്കാണ് ഏരിയ. അപ്പോൾ നെഗറ്റീവ് ഏരിയ വരും. ഓക്കെ, അപ്പോൾ -3 മുതൽ -2 വരെ ഇന്റഗ്രേറ്റ് ചെയ്യുക. പിന്നെ -2 മുതൽ 0 വരെ മേലേക്കാണ്, എക്സ് ആക്സിന്റെ മേലേക്കാണ്, പോസിറ്റീവ് ഏരിയ ആണ്. അപ്പോൾ -2 മുതൽ 0 വരെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാം. പിന്നെ 0 മുതൽ 2 വരെ നമ്മൾ എന്ത് ചെയ്യാം? താഴേക്കാണ്. അപ്പോൾ 0 മുതൽ 2 വരെ വേറെ ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതിനെ 3 ഇന്റഗ്രൽ ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നോക്കൂ, നമ്മുടെ ഏരിയ എന്തായിരിക്കും? ഏരിയ ഈക്വൽ ടു നോക്കൂ, നമ്മളെപ്പോഴും ഇവിടെ ആദ്യം -3 മുതൽ -2 വരെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, ഇന്റഗ്രൽ -3 ടു -2. അപ്പോൾ ഈ -3 മുതൽ -2 വരെ എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവ് ഭാഗത്തേക്കാണ് ഏരിയ. നമുക്കറിയാം ഏരിയ നെഗറ്റീവ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ആ ഏരിയ നെഗറ്റീവ് ഉള്ളത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ആൻസർ കിട്ടുക -3 മുതൽ -2 വരെ ഇന്റഗ്രേറ്റ് നമുക്ക് നെഗറ്റീവ് വാല്യൂ കിട്ടുക. ആ നെഗറ്റീവ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ഓൾറെഡി ഒരു നെഗറ്റീവ് എക്സ്ട്രാ ഇട്ട് വെക്കുക. ഓക്കെ, അപ്പോൾ ഇന്റഗ്രൽ -3 ടു -2. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ ഏതാണ്? y ഈക്വൽ ടു -x² -2x. ഓക്കെ, -x² -2x dx. ഓക്കെ, ഇനി നോക്കൂ, -3 മുതൽ -2 വരെ ഇന്റഗ്രേറ്റ് ചെയ്തു. ഇനി നോക്കൂ, -2 മുതൽ 0 വരെ പോസിറ്റീവ് ആണ്. അപ്പോൾ നമ്മൾ പ്ലസ് ഇട്ടാൽ മതി. പ്ലസ് -2 ടു 0. ഇതേ ഫംഗ്ഷൻ തന്നെ -x² -2x dx. ഇനി നോക്കൂ, -2 മുതൽ 0 വരെ പോസിറ്റീവ് ഏരിയ ആണ്. നോക്കൂ, -2 മുതൽ 0 വരെ പോസിറ്റീവ് ഏരിയ. ഇനി നോക്കൂ, 0 മുതൽ 2 വരെ എന്താണ്? നെഗറ്റീവ് ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് ഏരിയ ആണ് നമ്മൾ എന്ത് ചെയ്യണം? ഒരു എക്സ്ട്രാ മൈനസ് നമ്മൾ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ 0 ടു 2. ഓക്കെ, 0 ടു 2 -x² -2x dx. ഇനി നോക്കൂ, നമ്മൾ ഇതിനെ ഓരോന്നിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. നോക്കൂ, നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, നോക്കൂ, ഈ മൈനസ് ഞാൻ ഇവിടെ ഇട്ടു. നോക്കൂ, നമ്മൾ -x² ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? -x³ 3. ഓക്കെ, മൈനസ് അവിടെ വെക്കുക. x² ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ പവർ ഒന്ന് കൂട്ടിയിട്ട് അതേ പവർ താഴെ ഇടുക. x³ 3. നോക്കൂ, പിന്നെ -2 ഇൻറ്റു എക്സിന്റെ ഇന്റഗ്രൽ എന്താ? അത് x²/2 ആണ്. കാരണം എക്സിന്റെ പവർ ഇവിടെ 1 ആണെങ്കിൽ പവർ ഒന്ന് കൂട്ടുക, അതേ പവർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. x²/2 എന്ന് വരിക. പക്ഷെ ഇതിന്റെ അടുത്ത് ഒരു 2 കൂടി ഉണ്ട്. അപ്പോൾ 2 ഇൻറ്റു എക്സിൻ്റെത് x²/2. ഈ 2 2 ക്യാൻസൽ ചെയ്തിട്ട് x² എന്നാണ് കിട്ടുക. അപ്പോൾ 2x ഇന്റഗ്രൽ x² എന്നാണ് കിട്ടുക. ഓക്കെ, നമ്മൾ അതിനെ സിമ്പിൾ ആയിട്ട് 2x ഇന്റഗ്രൽ x² ഒറ്റ സ്റ്റെപ്പിൽ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ x² എന്ന് കിട്ടും. ഓക്കെ, ഇനി നോക്കൂ, നമ്മളിവിടെ ലിമിറ്റ് കൊടുക്കാനുണ്ട്. ലിമിറ്റ് എന്താണ്? -3 മുതൽ -2 വരെ. ഓക്കെ, ഇനി നോക്കൂ, നമ്മൾ അടുത്തത് പ്ലസ് ആണ്. നോക്കൂ, എല്ലാം ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് സെയിം ടേം ആണ്. എല്ലാം ഇന്റഗ്രേഷനകത്ത് എല്ലാം സെയിം ആണ്. നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആൻസർ എല്ലാം എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ നോക്കൂ, -x³ 3 -x². ഓക്കെ, നമുക്ക് ഇവിടെ ലിമിറ്റ് ഏതാണ്? ഇവിടെ ലിമിറ്റ് -2 ടു 0 ആണ്. -2 ടു 0. ഓക്കെ, അതേപോലെ ഇവിടെ നെക്സ്റ്റ് ലാസ്റ്റ് മൈനസ് ഉണ്ട്. ഇനി നോക്കൂ, ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സെയിം ക്വാണ്ടിറ്റി തന്നെയാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ -x³ 3 -x² ഓക്കെ, നോക്കൂ, ഇവിടെ ഇന്റഗ്രേഷന്റെ ലിമിറ്റ് 0 ടു 2 ആണ്. ഓക്കെ, ഇനി നോക്കൂ, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? മേലുള്ള വാല്യൂ ഇവിടെ കൊടുക്കുക. ഓക്കെ, മേലുള്ള വാല്യൂ എല്ലാത്തിലും കൊടുക്കുക. എക്സിൽ കൊടുക്കുക. മൈനസ് പിന്നെ താഴെയുള്ള വാല്യൂ കൊടുക്കുക. സോ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം മേലുള്ള -2 നമ്മൾ എന്ത് ചെയ്യുക? എക്സിന് കംപ്ലീറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, എന്നിട്ട് മൈനസ് ഇടുക. എന്നിട്ട് താഴെയുള്ള മൈനസ് നമ്മൾ എന്ത് ചെയ്യുക? എക്സിന് എല്ലാ സ്ഥലത്തും കൊടുക്കുക. ഓക്കെ, പ്ലസ് പിന്നെ അടുത്തത് 0 കൊടുക്കുമ്പോൾ ഈ ടേം കംപ്ലീറ്റ് 0 ആയി പോകും. മൈനസ് പിന്നെ ഈ -2 നമ്മൾ എന്ത് ചെയ്യുക? എക്സിനടുത്തൊക്കെ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അതിനെ സിംപ്ലിഫൈ ചെയ്യുക. മൈനസ് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? 2നെ മേലുള്ള എക്സിന് എല്ലാ സ്ഥലത്തും കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇത് കിട്ടും. പിന്നെ മൈനസ് പിന്നെ 0നെ എക്സുള്ള സ്ഥലത്തൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് 0 എന്ന് കിട്ടും. നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ
ഓക്കെ, ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 8 - 12/3 എന്ന് കിട്ടും. ഓക്കെ, ഇത് 27 - 9/3 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 27 - 20/3 എന്ന് കിട്ടും. ഓക്കെ, പ്ലസ് പിന്നെ 0 ആണെങ്കിൽ നമ്മൾ അത് എഴുതേണ്ട ആവശ്യമില്ല, ഈ മൈനസ് ഇവിടെ ഇട്ടാൽ മതി. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അതുപോലെ ഈ ലാസ്റ്റ് ടേമിൽ ഈ -0 എഴുതേണ്ട ആവശ്യമില്ല, ഈ മൈനസ് നമ്മൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ എന്ത് ചെയ്യാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. നമ്മൾ സിംപ്ലിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ, ഇവിടെ 27 - 27 0 ആയി പോകും. 0/3 ടേം കംപ്ലീറ്റ് 0 വരും. ഓക്കെ, ഇനി ഇതിന് 8 - 12 എന്ന് പറയുമ്പോൾ -4/3 വരും. ഓക്കെ, ഈ മൈനസ് ഈ ടേമിനുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, പുറത്ത് വെക്കുക. ഓക്കെ, അതേപോലെ അപ്പോൾ 8 - 12 -4 ആണ്. ആ മൈനസും മൈനസും പ്ലസ് ആവും. അപ്പോൾ ഇത് 4/3 എന്നാവും. ഓക്കെ, അതേപോലെ -8 - 12 -20 ആണ്. -20യും മൈനസും +20 ആവും, 20/3 എന്ന് വരും ഇത്. ഓക്കെ, ഇത് നോക്കൂ, ഈ മൈനസും മൈനസും എന്താവും, +4/3 ആവും. അപ്പോൾ ഇത് മൊത്തത്തിൽ 4/3 ആവും. ഇവിടെ 4/3 ഉണ്ട്, 20/3. നോക്കൂ, എല്ലാത്തിൻ്റെ താഴെ എന്താണ്, /3 ആണ്. നമ്മളിങ്ങനെ എല്ലാത്തിൻ്റെ താഴെയും /3 ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാൻ പറ്റും. കാരണം എന്താണ്, എല്ലാത്തിൻ്റെ ഡിനോമിനേറ്ററും സെയിം ആണ്, ഒറ്റ ഡിനോമിനേറ്റർ എഴുതാം. എന്നിട്ട് മേലുള്ളത് ഓപ്പറേറ്റ് ചെയ്താൽ മതി. നമ്മൾ 4 + 20 നമ്മൾ ചെയ്താൽ മതി. നമുക്ക് എന്താ ആൻസർ കിട്ടുക, നമുക്ക് 4 + 4 8, 8 + 20 28. അപ്പോൾ 28/3 ആയിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ.